ഒരിക്കലും മൂസാ നബി പറഞ്ഞ മാഷിത്തോ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാഷിത്തോ. മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. ചീപ്പെടുക്കുന്ന സമയം കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തിരുന്നു കൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാനം ഫിറഔൻ അറിയുകയാണ്, മുസ്ലിമായെന്ന് ഫിറഔൻ അറിയുകയാ. വെളിയിലറിഞ്ഞാണ് കേടാണല്ലോ. ഒരുപാട് ഉപദേശിച്ചു നോക്കി, എന്ത് പറഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല. അവസാനം നാട്ടുകാരറിഞ്ഞു. അവസാനം കൊട്ടാരത്തിലെ യോഗം ചേർന്നു. എങ്ങനെയെങ്കിലും ആശിത ബീവിയെ പിന്തിരിപ്പിക്കണം. അവസാനം ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി കൊട്ടാരത്തിൽ ഒരു വലിയ തീകുണ്ടാരം ഉണ്ടാക്കുകയോ. ആകെ അതിനകത്തൊരു ചെമ്പെടുത്ത് വെച്ചിട്ട് എണ്ണ തിളപ്പിക്കുകയാണ്. വലിയ ഒരു ചെമ്പിനകത്ത് എണ്ണ തിളപ്പിക്കുകയോ. എന്നിട്ടും ആശിത ബീവി റളിയല്ലാഹു തആല തീയുടെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടുന്ന് ചോദിച്ചു, മാസിതോ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുന്നുണ്ടോ? മാസിതോ. മാസിത ബീവി റളിയല്ലാഹു തആല പറയുകയാ, എന്നെ നിങ്ങൾ കൊന്നാൻ ഞാൻ പഴയ മതത്തിലേക്കില്ല. ആ സമയത്ത് പറയുന്ന മാസിത, ഇത് നിനക്കുള്ളതല്ല. ആശിത ബീവിയുടെ മൂത്ത മകളുണ്ടല്ലോ, ആ പെൺകുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് പിന്നെ ചോദിച്ചു, മാസിത തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാസിത ബീവി തന്റെ പൊന്നുമകളോട് പറയുന്നു, പൊന്നുമോള് പേടിക്കില്ലേ, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം പൊന്നുമോള്. ഉമ്മ തന്റെ മകളോട് പറയുകയാണ്, അല്ലാഹുവേ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തേക്ക് തന്റെ പൊന്നുമോള് ശത്രുക്കളിട്ട് കരിക്കുകയോ. എന്റെ കുഞ്ഞ് തന്റെ കല്ലിന്റെ മുന്നിൽ കിടന്ന് വിളിച്ചുകൂവി സഹിക്കാൻ കഴിയാതെ കടന്ന് കരിയുകയാണ്. എല്ലുകളെടുത്ത് വെളിയിലിട്ടു. എന്നിട്ട് രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയോ. രണ്ടാമത്തെ പൊന്നുമോള് എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത മാറ്റമുണ്ടോ മോളെ? മാസിത ബീവിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. രണ്ടാമത്തെ പെൺകുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയോ. എന്നിട്ട് മൂന്നാമതുണ്ടല്ലോ, തന്റെ നെഞ്ചിലേക്ക് തന്റെ മാറിടത്തിലേക്ക് പാല് കുടിക്കുന്ന ഒരു ചോരക്കുഞ്ഞായ പൊന്നുപോലാകവേ, കണ്ടു കൊതിരിയിരുന്നിട്ടില്ലാത്ത പൊന്നുപോലും ആ പൊന്നുപോലെ ശത്രുക്കളെ പിടിക്കുകയാണ്. ആശിത ബീവി കൊടുക്കുന്നില്ലോ, തന്റെ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അവസാനം ശത്രുക്കളെ പിടിച്ചു വാങ്ങിയിട്ട് തിളയ്ക്കുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത മാറ്റമുണ്ടോ? നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാസിത ബീവിയുടെ കണ്ണ് നിറയുകയോ. പഠിച്ചവരെ 9 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ന് പ്രസവിച്ച് എന്റെ പൊന്നുപോലെ കണ്ണ് കൊതിനീർന്നിട്ടില്ല. ആ ചോരക്കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് ചോദിച്ചു, മാസിത ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതിനെ കൊല്ലടോ മാസിത, ഈ കുഞ്ഞിനെ കൊല്ലടോ മാസിത.
ആശിത ബീവിയുടെ കണ്ണ് നിറയുകയാണ്. ആശിത ബീവിയുടെ കണ്ണ് നിറയുകയാണ്. തല താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി ആശിത മടങ്ങി വരുമെന്ന് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞായ പൊന്നുപോൽ നാലേ മക്കളെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുള്ളൂ. പ്രസവിച്ച സമയത്ത് സംസാരിച്ച 4 മക്കളെ ഉള്ളൂ. ആസിത ബീവി റളിയല്ലാഹു തആലയുടെ പൊന്നുമകന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ശത്രുവിന്റെ കയ്യിലിരുന്നുകൊണ്ട് കരയുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് വിളിക്കുന്ന ഉമ്മ, കരയല്ലേ ഉമ്മ, കരയല്ലേ ഉമ്മ, ചോറ്റുകൊടുക്കല്ലേ ഉമ്മ. ഈ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. ഇവിടത്തെ ദുനിയാവിലെ തീ സഹിക്കോ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. 3000 കൊല്ലം കത്തിച്ച നരകത്തിന്റെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ. അതിനകത്ത് നിന്ന് രക്ഷപ്പെടണ്ടേ, അതിനകത്ത് നിന്ന് രക്ഷപ്പെടണ്ടേ. എന്റെ ഉമ്മ പതറല്ലേ, എന്റെ ഉമ്മ കരയല്ലേ. പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞു ഉമ്മയ്ക്കതോ ഉമ്മയോട് ഉപദേശം കൊടുക്കുകയാ, എന്റെ ഉമ്മയ്ക്ക് ധൈര്യം കൊടുക്കുകയാ. എന്നിട്ട് പറയുന്നു, ഉമ്മ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ചോരക്കുഞ്ഞിനെ എണ്ണയ്ക്കകത്ത് മുക്കിക്കരിക്കുകയാണ്. എന്നിട്ട് ഫിറഔന് കിടന്ന് വന്നിട്ട് പറയുന്നു, ആസിത ഇനി എന്ത് ചെയ്താൽ നീ മടങ്ങി വരില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് ആസിത. എനിക്കൊരുപാട് ഹിദ്മത്ത് ചെയ്തവളാണല്ലോ, എന്റെ മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മോളെ ആസിത വല്ല അഭിലാഷവുമുണ്ടോ? നിന്നെ കൊല്ലാൻ പോവുകയോ വല്ല അഭിലാഷമുണ്ടോ? വല്ല ആഗ്രഹവുമുണ്ടോ? ആ സമയത്ത് ആസിത റളിയല്ലാഹു തആല പറയുകയാ, എനിക്കൊരു അഭിലാഷമുണ്ട്, എനിക്കൊരേവൊരു അഭിലാഷമുണ്ട്. എന്നെ നിങ്ങളെ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ 3 മക്കളുടെ കരിഞ്ഞ ശരീരമുണ്ടല്ലോ, അതെന്റെ കബറിനകത്ത് നിന്ന് കബറടക്കടേ. എന്റെ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല, എന്റെ മക്കളെ സ്നേഹിച്ചെനിക്ക് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ കബറിനകത്ത് എന്റെ മക്കളെ കൂടെ കബറടക്കടേ. എന്റെ പ്രിയമുള്ളവരെ, ആസിത റളിയല്ലാഹു തആലയെ കൊല്ലുകയാണ്. അവസാനം തന്നെ കബറടക്കുമ്പോ എന്റെ 3 മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരമെടുത്ത് ഉമ്മയുടെ കബറിനകത്തിടുകയാണ്. ജിബ്രീൽ പറയുന്നു, നബിയേ അതാ ഉമ്മയുടെയും 3 മക്കളുടെ കബറാ നബിയേ. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞു പോലും നരകത്തിന്റെ തീയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ വഴി കേൾക്കാ പാതിരാത്രി ഒഴുകിയെത്തിയ പെങ്ങളെ ഒന്ന് കരമോള്, ഒന്ന് കരമോള്. അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, നരകത്തെക്കുറിച്ച് ആരെങ്കിലും ഓർത്ത് കരഞ്ഞാ അവന് നരകം ഹറാമാണെന്ന് റസൂലുള്ളാഹി. അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ.